നമ്മളെ ടാക്സിയാണ് നമ്മുടെ അടുത്തുതന്നെ ട്രിപ്പ് മോർ എന്ന് പറഞ്ഞുള്ള ഒരു ട്രാവൽ ഏജൻസിൻ്റെ അടുത്തുതന്നെ പെർ ഡേ 2,200. ഏതാ വ്യൂവിലെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കോട എടുത്തിട്ട് ഇതാ ഗുൽമർഗ് വന്നിട്ട് നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരാൾക്ക് ഒരു കോടയ്ക്ക് 800 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്, 4 പേർക്ക്. നമുക്ക് നോക്കാം. ഒരു 4 സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പേപ്പർ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ കാണുന്നുണ്ട്. അതൊന്ന് വാട്ടർ ഫാള്, പിന്നെ ഒരു സ്നോ പോയിന്റ്, പിന്നെ ഒരു പോയിന്റിനും പറഞ്ഞിട്ട് പേര് ഞാൻ മറന്നുപോയി. ഇത്ര സ്പോട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ആയിട്ട് മുകളിലേക്ക് പോകാനുണ്ട്. ഷോൺ പറടാ. എന്താണ് പയ്യ സ്ഥലം കണ്ടോ? ഓക്കെ, ഏതാ സ്ഥലം നോക്ക്. നമ്മൾ ഫേസ് 1 ഫേസ് 2 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫേസ് 2 അടിയിലേക്കുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്നോയും അതേപോലെ ഓരോ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടോ നല്ല അടിപൊളി സ്ഥലമാണ്. റോഡ് വളരെ മോശമാണ്. ഗോഡക്ക നാം കേ? बादल ओ शेरू हाँ. दूसरा ओ बच्चा लोग का घोड़ा का नाम जिंजर है. हाँ, ओम शांति है. ओम शांति सब ആടാ. ഇവിടെ ഡിസംബർ ജനുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഫുൾ മഞ്ഞിന്റെ കളിയാണ്. ഇപ്പൊ ഫേസ് 2 ഇവിടെയൊക്കെ മഞ്ഞിൽ കൂടെ പോവാ. ഇവിടെ സത്യം പറഞ്ഞാൽ മഞ്ഞില്ല. ഇപ്പൊ ഇനി മഞ്ഞുള്ളത് സെക്കൻഡ് ഫേസിൽ മാത്രമേ ഉള്ളൂ. അടിപൊളി സ്ഥലമാണ് മോനെ, ഒരു രക്ഷയില്ല. നമ്മുടെ കുതിരേനെ അടിക്കാതിരിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവന്മാര് നന്നായിട്ട് കുതിരേനൊക്കെ അടിച്ചിട്ടാണ് മുകളിലേക്ക് കയറ്റുന്നത്. നമ്മൾ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പൈസ കൊടുത്ത് നമ്മളാണല്ലോ കൊണ്ടുപോകണം കുതിരേനെ. അപ്പോൾ നമ്മൾ അടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടിക്കത്തില്ല. സ്ലോവിൽ പോകുന്നുള്ളൂ. ഇത്രയും വലിയ കയറ്റം നമ്മളെ വലിച്ചുകൊണ്ട് പോവാ. പാവം. സിത്തങ്കർ അതിന്റെ പേരാണോ? എന്താണ് സിത്തങ്കറോ? എങ്ങനെയുണ്ട്? സൂപ്പർ. ആദ്യം പേടിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഓക്കേ ആയി. അടിപൊളി. पत्थर ये पहाड़ से निकल के आते हैं. हाँ, ओके. विंटर टाइम में यहाँ बर्फ पड़ता है ना. हाँ. तो पहाड़ से बर्फ स्लाइड हो जाता है. हाँ, ओके. क्या आता है. हाँ, ओके. साथ ये पत्थर निकल के आते हैं. हाँ, ഓക്കെ. നമ്മളിനി പേപ്പർ ട്രീ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഫസ്റ്റ് അത് കണ്ടോ, പേപ്പർ ട്രീ ഉണ്ട്. ആ മരങ്ങൾ കണ്ടില്ല അവിടെ? അത് പേപ്പർ ട്രീ എന്ന് പറഞ്ഞ മരമാണ്. അതിന്റെ സ്കിന്ന് ഊരി കഴിഞ്ഞാല് പേപ്പർ പോലെ അതിനകത്ത് നമുക്ക് എഴുതാനും പിടിക്കാനൊക്കെ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ പണ്ട് കാലത്ത് പേപ്പറിന് പകരം യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയണത്. 11 മണി ആ സമയത്താണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. 11:03 ഫസ്റ്റ് ഫേസ് എടുത്തിട്ടുണ്ട്, സെക്കൻഡ് ഫേസ് എടുത്തിട്ടുണ്ട്. ലൈഫിൽ ഒരു ടൈമെങ്കിലും ഇങ്ങോട്ട് വരണം. മനസ്സിലായില്ലേ? ഇതൊക്കെ കാണാതെ എന്താണ്. അടിപൊളി, നല്ല തണുപ്പ്, നല്ല കാറ്റും ഉണ്ട്. അടിപൊളി. जो गेम्स होती है, एशिया गेम्स विंटर टाइम में यहीं पे लगती है, जनवरी-फरवरी में. खेलो इंडिया जो होता है जी हाँ, वो उस टाइम यहीं पे लगता है. ओके. इसीलिए इस जगह को कहते हैं खिलन मार्ग. विंटर टाइम में खेलने की जगह यही है. यहाँ से पूरा नीचे जाते हैं, जो नीचे गुलमर्ग ग्रीन हट नजर आ रहे हैं, वहाँ तक स्कीइंग करके जाते हैं, स्लेज गाड़ी करके जाते हैं, स्नो बाइक होता है, स्नो साइकिल होता है, स्नो बोर्ड होता है. यहाँ पे हर कोई एक्टिविटी मिलेगा आपको विंटर टाइम. ओके. अब आगे हम जा रहे हैं पेपर ट्रीज और वाटरफॉल. കണ്ടോ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, പാറക്കഷ്ണങ്ങൾ മാത്രമേ കിടക്കാറുള്ളൂ. കണ്ടോ ഈ ഒരു ഏരിയ എന്താണ് വിൻ്റർ സമയം. അതായത് ഇത് ജനുവരി ഡിസംബറിൽ ഇത് ഇവിടെ ഫുള്ള് ബർഫായിരിക്കും, അതായത് മഞ്ഞായിരിക്കും. അപ്പോൾ ആ സമയത്ത് സ്കേറ്റിങ് അതേപോലെ എന്താണ് എല്ലാ ആക്ടിവിറ്റി ഇവിടെ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളെടുത്ത് ഫോട്ടോയും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വിടുന്നു. അതാ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ മുന്നിൽ കാണുന്ന ഫുള്ള് പേപ്പർ ട്രീ ആണ്. കാണിച്ചത് നമുക്ക് ഇതാണ് പേപ്പർ ट्री മരങ്ങളാണ് എന്നാണ് നോക്കാം. ये पॉइंट के नाम क्या है? इसको कहते हैं एला पत्थर. एला पत्थर. यहाँ पे एक आपको वाटरफॉल मिलेगा. और इस एला पत्थर में आपको पुराने जमाने में कागज नहीं था, तो इसका पेपर यूज किया करते थे. ओके. एक नाम क्या था? इसका नाम बादल. അതിനെപ്പോഴും ഫസ്റ്റ് തന്നെ നമ്മൾ 4 കുതിര ഉണ്ട്. ഈ 4 കുതിരയിൽ ഫസ്റ്റ് ഇവന് പോകണം. ഇവൻ ബാക്കിൽ പോകാൻ സമ്മതിക്കത്തില്ല. ബാക്കിലാണെങ്കിൽ ഓടിച്ചാടി ഇവൻ ഫ്രണ്ടിലേക്ക് വരും. ഭയങ്കര പവർഫുൾ കുതിരയാണ്. കണ്ടോ ഈ തണുത്ത വെള്ളം കുടിക്കാൻ കണ്ടോ.
നമ്മൾ ആ വെള്ളത്തിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബാക്കിലേക്ക് കിടന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് കുതിരയ്ക്ക് ബാലൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മുന്നിലേക്ക് പോയാൽ കുതിര മറിയുന്നാണ് പറഞ്ഞത്. കുതിര വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ബോഡി ബാക്കിലേക്ക് വെക്കണം. ഓക്കെ. ഏത് കുതിര അല്ലേ? അതും ഇപ്പോൾ ഒരു ഞാൻ ഇപ്പോൾ അത് ലെഫ്റ്റ് റൈറ്റും ഉണ്ടല്ലോ നമുക്ക്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു കുതിര വരുമ്പോൾ ഞാൻ കാണിക്കാം. ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ നിന്നൊരു കുതിരയും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുന്നു. ആ കുതിര അവിടെ നിന്ന് കുതിര വരുമ്പോൾ ഇത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മാറും. അത് റൈറ്റ് സൈഡിലൂടെ പാസ് ചെയ്യുക. അതായത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. ഭയങ്കര അടിപൊളി റൈഡായിരുന്നു. അത് മാത്രമല്ല ഇവര് പറഞ്ഞ വെച്ചിട്ട് നമുക്ക് ഇനി ബാർഗെയിൻ ചെയ്യാൻ തോന്നുന്നില്ല. നമ്മുടെ കുതിര എത്ര മുകളിൽ കൊണ്ടുപോയിട്ട് ഇതുവരെ താഴ്ത്തി കൊണ്ട് ഇറക്കി. അപ്പോൾ അവനൊരു കുട്ടി നമ്മളൊന്ന് ഒരു ആലിംഗനം ചെയ്യാതെ കുട്ടികളൊന്നും ശരിയല്ലല്ലോ. താങ്ക് യു
കരയരുത്. ഞങ്ങൾ 4 കുതിര 3500 ഉറപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കഷ്ടപ്പാടാണ്. ഇവർ അത്യാവശ്യം ഇപ്പോൾ മോൾ ചെന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് ടിപ്പായിട്ട് 150 വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മറ്റേ വരുന്ന ആൾക്കാർക്ക് പിന്നെന്താ ആൾക്കാർക്കാണ്. അപ്പോൾ എന്താ ടിപ്പ് കൊടുക്കണമല്ലോ. ഏജൻ്റാണ് ഫുള്ള്. യൂണിയൻ ടാക്സിൻ്റെ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അത്യാവശ്യം സേഫ് ആയിട്ട് തന്നെ എത്തിക്കുന്നുണ്ട്. താഴോട്ട് മുകളിലേക്ക് പോകാൻ ഒരു കുഴപ്പമില്ല, നല്ല ഈസിയാണ്. താഴത്തോട്ട് ഭയങ്കര ടഫാണ്. സെക്കൻഡ് ഫേസിൽ പോയി നോക്കട്ടെ എന്താണ്. നമ്മൾ കണ്ടില്ലേ സെക്കൻഡ് ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കണ്ട, അടിപൊളി. ഓ മൈ ഗാഡ്, ഇവിടെ ഏഷ്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് ഇതാന്നാ പറഞ്ഞത്. എന്താ ഈ കേബിൾ കാർ. മഞ്ഞ് കാണണം എന്നല്ലേ നീ പറഞ്ഞേ? ഹലോ, എന്തിനും പറയടി, എന്താണ് ഇങ്ങനെ? ഓക്കെ, എന്നാ നമുക്ക് മൂടില്ല. നമ്മൾ നൂഡിൽസ് കണ്ടോ ഉണ്ടോ? അത് കഴിഞ്ഞ് പോവുകയാണ് നമ്മള്. നൂഡിൽസ് ഈ കട വരെ നമ്മൾ വന്നു. ഇവിടെ സ്നോ, ഫ്രഷ് സ്നോ നിലത്ത് കിടക്കുന്നുണ്ട്. കണ്ടോ ഈ മഞ്ഞിന്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ താഴത്ത് കംപ്ലീറ്റ് മഞ്ഞാണ്. ഇതുണ്ടോ ഈ മലേന്റെ മുകളിൽ നമ്മൾ കയറാൻ പോകുന്നത്. കണ്ടോ കണ്ടോ ഈ മൗണ്ടൈൻ്റെ ഒക്കെ നോക്കടി. കണ്ടോ മൗണ്ടൈൻ ഉണ്ടോ? അടിപൊളി മോളെ. അവിടെ ട്രീയൊക്കെ മറിഞ്ഞു കിടക്കണ്ടടി. എന്താ നോക്ക്, വെരി സ്ലോവിലേ പോണേ. ഫേസ് 2ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുള്ള് മഞ്ഞ് മൂടി നല്ല മുകളിലാണ്. അതുകൊണ്ട് എന്താണ് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് മഞ്ഞാണ്. ഓ ഫ്രഷ് നമ്മളെത്തി, സാധനത്തി നമ്മൾ മുകളിൽ എത്തിയിട്ട് ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിവിടുന്ന് പോകുന്നതായിരിക്കും. കണ്ടോ അടിപൊളി വ്യൂ. ടോപ്പ് എത്തി കണ്ടോ. അപ്പോൾ നമ്മൾ ഫേസ് 2 വന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് 3:30 വരെയാണ് അലൗഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് സ്നോ ഉണ്ട്, ഫ്രഷ് സ്നോ ആണ് ഇവിടെ. അപ്പോൾ ഇവർ അപ്പോൾ അത് എറിഞ്ഞ് കളിക്കാം. ഇവിടെ ചെറിയൊരു ശ്വാസം കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇവിടെ നമുക്കൊരു 1 മണിക്കൂർ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് സ്നോയിൽ ചെറിയ കളിച്ചിട്ട് പോവാം. ഇപ്പോൾ ശരിക്കും ഓഫ് സീസണാണ്. അത്യാവശ്യം സ്നോ ഇന്നലെ ചെയ്തിട്ട് എല്ലാവരും ഇവിടെ വരണം. എന്ന് വെച്ചാൽ ഇത് പ്രത്യേക ഒരു ഫീലാണ്. മഞ്ഞിൽ കളിക്കുക, മണ്ണിൽ പിടിക്കുക, തവണ എറിയുക. അതേപോലെ പോവാം. സ്നോമാൻ ഉണ്ടാക്കട്ടെ. ഡ്രസ്സിൽ സ്നോമാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് കഴിക്കാമോ? എന്നിട്ട് പോലെ നിർത്തോ? കയ്യൊക്കെ മരവിച്ചു. നല്ല തണുപ്പാണ്, സുരക്ഷയില്ല. ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. കൊച്ചുങ്ങളൊക്കെ ഇപ്പോൾ തകർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുക എന്നിട്ട് പോകാന്നുള്ളതാണ്. അവിടെ മൗണ്ടൈൻ കണ്ടു ഫുള്ള് ഇതാണ്. മുകളിലേക്കൊക്കെ പോയാൽ ഭയങ്കര സ്കൈ സൂപ്പർ അല്ലേ? കോട വരുന്നുണ്ട്. ആൾക്കാരുണ്ട് ക്ലിംബ് ചെയ്ത് താഴത്ത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് ഹൈക്കിങ് ചെയ്ത് വരുന്നതാണ്. കണ്ടോ എന്താണ് ഹൈറ്റ്. അതായത് മുകളിൽ കയറി സമ്മതിക്കണം വരെ. ഓക്കെയാണ് വൺസ് കാണാൻ വേണ്ടി. ഇനി വരാൻ പേടിയാ. അങ്ങനെ നമ്മുടെ
ഗുൽമർഗ് നമ്മളെത്തി. ഗുൽമർഗ് എത്തിയില്ല, കഴിഞ്ഞ് പോവാണ്. ഇപ്പോഴാണ് എടുക്കുന്നത്. ഐ ലവ് ഗുൽമർഗ്.